വിവിധ തരം രോഗങ്ങൾ, പ്രത്യേകിച്ചും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ധാരാളമായി കാണുന്ന മാസമാണ് മഴക്കാലം. വൈറൽ ഫീവർ, ഫ്ലൂ അഥവാ ജലദോഷം, സൈനസൈറ്റിസ്, ടോൺസിലൈറ്റിസ്, ശ്വാസനാളികളിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ അഥവാ ബ്രോങ്കൈറ്റിസ്, ശ്വാസകോശത്തിനകത്ത് തന്നെ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ അഥവാ ന്യൂമോണിയ എന്നീ രോഗങ്ങൾക്ക് പുറമെ ശ്വാസകോശ രോഗങ്ങൾക്ക് ചികിത്സ ചെയ്യുന്ന COPD, ആസ്മ എന്നീ രോഗികളിലും അവരുടെ രോഗലക്ഷണങ്ങൾ മൂർച്ഛിക്കുകയും ആസ്മ അല്ലെങ്കിൽ COPD കൺട്രോള് കിട്ടാതെ വരികയും ചെയ്യുന്ന സമയമാണ് ഈ മഴക്കാലം. എന്തുകൊണ്ടെന്നാൽ മഴക്കാലത്ത് അന്തരീക്ഷത്തിൽ താപനില കുറയുകയും ഈർപ്പത്തിൻ്റെ അളവ് കൂടുകയും ചെയ്യുക വഴി വൈറസ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ കൂടുതലായി കാണപ്പെടുകയും രോഗങ്ങൾ കൂടുതലായി പടരുകയും ചെയ്യുന്ന സാഹചര്യമാണ് കണ്ടുവരുന്നത്. മഴക്കാലത്ത് പ്രത്യേകിച്ച് എന്തെല്ലാമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? പ്രത്യേകിച്ചും ശ്വാസകോശ രോഗങ്ങളുള്ളവർ, ശ്വാസകോശ രോഗങ്ങളായ COPD, ആസ്മ എന്നീ രോഗങ്ങൾക്ക് ചികിത്സ എടുക്കുന്നവർ, ദീർഘനാളായി മരുന്ന് കഴിക്കുന്നവർ, പ്രത്യേകിച്ചും ഇൻഹേലർ പോലെ മരുന്നുകൾ എടുക്കുന്നവർ തങ്ങൾ കാണുന്ന ഡോക്ടറെ കൺസൾട്ട് ചെയ്തുകൊണ്ട് കൃത്യമായ ഡോസിൽ റെഗുലറായി ഇൻഹേലർ പോലുള്ള മരുന്നുകൾ എടുക്കേണ്ടതാകുന്നു. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ രോഗപ്രതിരോധ വാക്സിനേഷനുകൾ ഇപ്പോൾ ലഭ്യമാണ്. ഫ്ലൂ വാക്സിൻ, ന്യൂമോകോക്കൽ വാക്സിൻ എന്നീ വാക്സിനുകൾ എടുക്കുക വഴി ഗുരുതരമായ ന്യൂമോണിയ വരുന്നത് തടയാനാകും. AR Super Specialty Hospital. Your health, our priority.